അസ്സലാമു അലൈക്കും. നമസ്കാരം. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒരു ഇംഗ്ലീഷ് ടച്ചിൽ വരുന്ന നമ്മുടെ ഈ വീട് ഏകദേശം 6 സെന്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി വരുന്ന ഒറ്റനില വീടാണേ. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ട നിങ്ങൾക്ക്. അതിനു മുന്നായിട്ടേ നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ കുന്നുംപുറം ചെങ്ങാനയിലുള്ള സിറാജ് ഫസ്ന ദമ്പതികളുടെ വീടാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്. പുറമേ നിന്ന് നോക്കുമ്പോഴേ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു വെറൈറ്റി ഡിസൈനിൽ മൊത്തത്തിൽ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു കുഞ്ഞു കൊട്ടാരാണ് കേട്ടോ ഇത്. നമ്മൾ പൊതുവേ ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ ഈ വൈറ്റ് തീമിൽ ഇംഗ്ലീഷ് ടച്ചിൽ വരുന്ന വീടുകൾ. പക്ഷെ അതിൽ ഈ സ്ലോ പ്രൂഫ് കൊടുത്തിട്ട് ഇതുപോലെ ഓട് വന്നപ്പോൾ വേറെ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. കൂടാതെ ആ ഒരു ഫ്രണ്ട് എലിവേഷൻ ഒക്കെ വന്നിട്ടും അടിപൊളി തന്നെയാണേ. 2 ബെഡ്റൂമും ഹാളും ലിവിങ്ങും അതുപോലെ തന്നെ ഒരു കോട്ടിയാടും കിച്ചണും അടങ്ങുന്നതാണ് കേട്ടോ ഈ വീട്. പക്ഷെ ഒക്കെ അടിപൊളിയായിട്ട് സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ ദേ റൂഫ് വന്നിട്ട് ഞാൻ സ്ലോ പ്രൂഫ് ആയിട്ടാന്ന് പറഞ്ഞില്ലേ, അവിടെ ദേ സാധാ ഓടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പെയിന്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദേ നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ദേ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് ഒരു എൻട്രൻസ് വരുന്നുണ്ട്. കൂടാതെ മൊത്തത്തിൽ അവിടെ നല്ല ഭംഗിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ഷോവാളും ഒരു ആർച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ട് ആ വിൻഡോനൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്ന രീതിക്ക് തന്നെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ തന്നെയാണ് കേട്ടോ എക്സ്റ്റീരിയറിൽ ചെയ്തിട്ടുള്ളത്. വീതി കുറച്ച് നീളത്തിൽ ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിതേ കയറുന്ന ഭാഗത്തായിട്ട് ഒരു മെയിൻ എൻട്രൻസ് 4 പില്ലേഴ്സ് കൊടുത്ത് ഇവിടെ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ഒരു ആർച്ച് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. 2 വശത്തായിട്ട് 2 വോളായിട്ടും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് വരുന്നുണ്ട്. സ്റ്റെപ്പിന്റെ ബേസിലായിട്ടും നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ബോർഡറിലായിട്ടും ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഇവിടെ താഴെ 2 വശത്തെ വോളിലായിട്ടും ടൈല് കൊടുത്തിട്ട് വൈറ്റ് കളറിൽ പെയിന്റിങ് ചെയ്തതാണ്. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാനായിട്ട് ഇതാ 3 കഫേ ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് തീമിനോട് മാച്ച് ആക്കിക്കൊണ്ട് വൈറ്റ് കളറിലാണ് കേട്ടോ വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കാനായിട്ട് ഒരു കുഞ്ഞു സിറ്റിംഗ് ഏരിയയും വരുന്നുണ്ട്. ഇതിന് ബേസിലായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സിറ്റ് ഔട്ടിലെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ 4 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. ഇതുപോലെ വൈറ്റ് കളർ തീമിൽ തന്നെയാണ് കേട്ടോ. കൂടാതെ ഇവിടെ സിറ്റ് ഔട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 മെയിൻ ഡോർ വരുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ആദ്യത്തെ ഡോർ വന്നിട്ട് ഇത് വന്നിട്ട് മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറിൽ പെയിന്റിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഹാൻഡിൽസ് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മെയിൻ ഡോർ എന്ന് പറയുന്നത് അതിന്റെ ബാക്കിലായിട്ട് നമ്മുടെ കോട്ടിയാടാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ഡോർ വെക്കാൻ കാരണം നമ്മുടെ വീടിന്റെ പുറത്തുനിന്നുള്ള ആ ഒരു വ്യൂവിൽ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഇവിടെ ഈ ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേ ഇവിടെ ഡോറിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ അറബിക് കാലിഗ്രാഫി ഡിസൈൻ വരുന്നുണ്ടേ. ഇവിടെ ദേ ഈ ഒരു സൈഡിലായിട്ട് കാണുന്നതാണ് കേട്ടോ മെയിൻ ഡോറ്. അവിടെ ആയിട്ടാണ് നമ്മുടെ ഹോള് വരുന്നത്. ഇവിടെ സീലിംഗിലായിട്ട് ദേ ഇതുപോലെ സ്ക്വയർ ടൈപ്പിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് നടുക്കായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന 3 ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ 2 ഡോർ വന്നിട്ട് നോക്കുകയാണെങ്കിലും നല്ല അടിപൊളി ഡിസൈനിൽ വൈറ്റ് തീമിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി അകത്തെ വിശേഷങ്ങൾ നോക്കില്ലേ. അങ്ങനെ നമ്മൾ ഇതേ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഫുള്ളായിട്ട് ഇതേ വൈറ്റ് കളർ തീം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വലിയൊരു ഹാള് വരുന്നുണ്ട് കേട്ടോ. ലിവിങ് ഡൈനിങ് എന്നൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പാർട്ടീഷനും കാര്യമൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏകദേശം 16,000 രൂപ വരുന്ന നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞു സോഫ സീറ്റർ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് ബാക്ക് വോളിലായിട്ട് വലിയൊരു വിൻഡോ വരുന്നുണ്ട്. അതിലായിട്ട് ഷിയർ കർട്ടൻ ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു കളർ തീം വന്നിട്ട്. ഇവിടെ പ്രത്യേകിച്ച് പാർട്ടീഷൻ ഒന്നും വരുന്നില്ലെങ്കിലും വോളിൽ നോക്കുകയാണെങ്കിൽ റൂഫിൽ ജസ്റ്റ് ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ ലിവിങ്ങിന്റെ ആ ഒരു ഭാഗത്ത് സീലിംഗ് ഒത്തിരി മനോഹരമായിട്ട് പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒന്നും ജിപ്സം സീലിംഗ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ആ ഒരു റൂഫിൽ തന്നെ കട്ടിങ് കൊടുത്തിട്ടാണ് ഈ ലൈറ്റ് ഒക്കെ വരുന്നത്. കൂടാതെ LED ലൈറ്റും നല്ല ലൈറ്റിംഗ് വരുന്ന ഒരു ഫാനും ആണ് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇവിടെ ഫ്ലോർ മൊത്തത്തിലും ഏകദേശം സ്ക്വയർ ഫീറ്റിന് 56 രൂപ വരുന്ന വൈറ്റ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വൈറ്റ് തീമിനോട് മാച്ച് ആക്കിയിട്ട് നമ്മുടെ ടേബിളും ചെയറൊക്കെ വന്നിട്ട് വൈറ്റ് കളറിൽ തന്നെയാണ് കേട്ടോ. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അറേഞ്ച്മെന്റ്സ്. ചെയർ വന്നിട്ട് നോക്കുകയാണെങ്കിലും കുഷ്യൻ ടൈപ്പിലൊക്കെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചെയറാണ്. ഏകദേശം ഈ ഒരു സെറ്റിന് 43,000 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. അതിന് മുന്നായിട്ട് ഈ വോളിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്.
നല്ല ഫാബ്രിക് ആണ്, അതുപോലെ തന്നെ കളർ തീം വന്നിട്ടും പക്കാണ്. ഇവിടെ അല്ലേ നമ്മൾ ഈ ഭാഗത്ത് കണ്ട ഈ ഒരു ഷിയർ കർട്ടനും അതുപോലെ തന്നെ ഇവിടെ കിച്ചണിൽ കൊടുത്തിട്ടുള്ള കർട്ടനും ചേഞ്ച് വരുന്നുണ്ട്. ബാക്കി മൊത്തത്തിൽ റോമൻ ബ്ലൈൻഡ്സ് ആണ്. ടോട്ടലി നമ്മുടെ കർട്ടൻസിനായിട്ടുള്ളത് 45,000 രൂപയാണ്. ഇനി നമ്മൾ വാഷ് ഏരിയയിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു വാഷ് ഏരിയ ആണ് കേട്ടോ ഇത്. മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ സിമ്പിൾ ആയിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് മിറർ ആണ് കേട്ടോ. താഴേക്ക് വരാണെങ്കിൽ ഒരു സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിലായിട്ടാണ് നമ്മുടെ വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസും വന്നിട്ട് വൈറ്റ് കളർ തീമിലാണ് വരുന്നത്. മൊത്തത്തിൽ അതൊരു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ദേ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കോട്ടിയാടിന്റെ ആ ഒരു ഏരിയ വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ലിവിംഗിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്ന രീതിക്ക് ഇവിടെ വോളായിട്ടാണ് കേട്ടോ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ നമ്മുടെ TV യൂണിറ്റും ഒരുക്കിയിട്ടുള്ളത്. ബാക്ക് വോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നോക്കി പ്ലെയിൻ ആയിട്ട് നമ്മുടെ ആ ഒരു വൈറ്റ് കളർ പെയിന്റിംഗ് ആണ്. അവിടെ ദേ വലിയൊരു TV അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു വോളിൽ നിന്നായിട്ട് തന്നെ സീലിംഗിലേക്ക് 2 ലൈനായിട്ട് പ്രൊഫൈൽ ലൈറ്റ് പോകുന്നുണ്ട്. അതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. കൂടാതെ ദേ 2 സിലിണ്ടർ ലൈറ്റ് ഒക്കെ കാണാം. ഇനിയിപ്പോൾ ദേ നമ്മുടെ ആ ഒരു വോളിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഒരു സൈഡിലായിട്ട് നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ അതിനുള്ളിലായിട്ടൊക്കെ ഇതേ ലൈറ്റ്സും അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ ഒരു ഡ്രോയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. 1400 സ്ക്വയർ ഫീറ്റിൽ മാക്സിമം എല്ലാ സ്പേസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ വീട് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു കോട്ടിയാട് ഉൾപ്പെടെ ഓരോ ഭാഗവും നല്ല അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ദേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചൺ എന്തായാലും അവസാനം കാണാം. ഇനിയിപ്പോൾ നമ്മൾ ദേ നമ്മുടെ കോട്ടിയാടിൻ്റെ ആ ഒരു മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ദേ ഈ ഒരു സ്പേസിലായിട്ടാണ് കേട്ടോ 2 വശത്ത് 2 ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നടുക്കായിട്ട് ഹോളിൽ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ ഇതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നേരെ കാണുന്ന തരത്തിൽ ആ ഒരു കോട്ടിയാടിന്റെ വോളിലായിട്ടാണ് കേട്ടോ ഇവിടെ വിന്റേജ് ക്ലോക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ കോട്ടിയാട് സ്പേസിലേക്ക് വരുമ്പോൾ അവിടെ ആയിട്ട് തന്നെ ദേ ഒരു കുഞ്ഞു സ്വിംഗ് ഏരിയ കൂടി വരുന്നുണ്ട് കേട്ടോ. അവിടെ ആയിട്ട് ഏകദേശം 9,000 രൂപ വരുന്ന ഒരു ഫാമിലി ഊഞ്ഞാലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് പറഞ്ഞില്ലേ കോട്ടിയാടിലേക്ക് വരുന്ന ഭാഗത്തായിട്ടാണ് ഈ മെയിൻ ഡോർ വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലായില്ലേ? 2 വശത്തായിട്ട് 2 സിംഗിൾ വിൻഡോസ് കാണാം. അതിലായിട്ടും റോമൻ ബ്ലൈൻഡ്സിനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ഒരു കോട്ടിയാടാണ് കേട്ടോ. ഇവിടെ ദേ ഈ ഒരു ബോർഡറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴേക്ക് വരുമ്പോൾ 4 വശത്തായിട്ടും ക്ലാഡ് ടൈല് വരുന്നുണ്ട്. കൂടാതെ ദേ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നടുക്ക് വരുന്നത്. അതിന്റെ താഴെയായിട്ട് ദേ സ്റ്റോൺസും ബബിൾസ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 വശത്തായിട്ടും ദേ സ്ട്രിപ്പ് ലൈറ്റ് കൂടി വന്നപ്പോൾ അടിപൊളിയായിട്ടില്ലേ? ഇനി ഇതൊന്നല്ല കേട്ടോ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ റൂഫിലായിട്ട് ഇതുപോലെ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കോട്ടിയാടിന് സാധിക്കേ. നമ്മുടെ ഈ കോട്ടിയാടിലെ 2 ബെഡ്റൂമിൽ നിന്നും വ്യൂ കിട്ടുന്ന രീതിക്ക് ഇവിടെ ദേ സ്ലൈഡിംഗ് UPVC വിൻഡോ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു വൈറ്റ് ക്ലോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വലിയ വലിയ ഇന്റീരിയർ ഡിസൈനിങ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിലും ദേ കുഞ്ഞു കുഞ്ഞു LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് മൊത്തത്തിൽ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് ഒക്കെ നോക്കിയല്ലേ, ഏകദേശം 340-370 സൈസിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത്. വൈറ്റ് കളർ തീമിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ബെഡ്റൂംസും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ദേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറിൽ മൾട്ടിവുഡിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ വാർഡ്രോബും കോട്ടൊക്കെ ഇവര് കസ്റ്റമൈസ് ചെയ്തതാണ്. ഏകദേശം 15,000 രൂപയാണ് കേട്ടോ ഈ കോട്ടിനായിട്ടുള്ളത്. ഇനി നമ്മൾ ഇതേ ബാക്ക് വോളിലേക്ക് വരുമ്പോൾ ഒരു വിൻഡോ വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കിത് അവിടെ വോളിലായിട്ട് സെറ്റ് ചെയ്തതാണെന്ന് തോന്നുമെങ്കിലും ഇത് റെഡിമെയ്ഡ് വാർഡ്രോബാണ് കേട്ടോ. 2 അലമാര ഒന്നിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് വരുന്നത്. മൾട്ടിവുഡ് തന്നെയാണ് കേട്ടോ. ഏകദേശം 20,000 രൂപയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ സീലിംഗിലായിട്ട് 4 വശത്ത് 4 LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വോളിലായിട്ട് ഇതേ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് തന്നെ ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമും കാണാം. ഈ ബാത്റൂമിലേക്ക് വരുമ്പോൾ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഹാളിൽ നിന്ന് ഒരു കോമൺ ബാത്റൂം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത്. റൂമിൽ നിന്നും ഹാളിൽ നിന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഇതിന്റെ സെറ്റിംഗ്സ് വന്നിട്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 340-370 സൈസിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്.
ഇവിടെ ഒരു കിങ് സൈസിൽ വരുന്ന കോട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോട്ടിന്റെ ഹെഡ് ബോർഡിന്റെ ഭാഗത്തായിട്ട് കുഷ്യൻ ഒക്കെ വരുന്നുണ്ട്. ഏകദേശം 20,000 രൂപയാണ് കേട്ടോ ഇത് ചെയ്യിക്കാനായിട്ടുള്ളത്. അതിന് ബാക്ക് വോളിലായിട്ട് വിൻഡോ കാണാം. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. കോട്ടിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട്. ഒരു ഡബിൾ ഡോർ വരുന്ന ഒരു വാർഡ്രോബ് ആണ് കേട്ടോ അവിടെ ചെയ്തിട്ടുള്ളത്. ഇനി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ വാർഡ്രോബ് വരുന്നുണ്ട്. 3 ഡോർ ആണ് വരുന്നത്. വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ്. ഏകദേശം 15,000 രൂപ തന്നെയാണ് കേട്ടോ ഇതിനും ആയിട്ടുള്ളത്. അതിന് മുകളിലായിട്ടും സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതുപോലെ ഷെൽഫ്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് കോർട്ട്യാർഡിലേക്ക് വ്യൂ കിട്ടുന്ന തരത്തിലാണ് വിൻഡോ വരുന്നത്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇവിടെ ആയിട്ട് ഇതേ ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ടും സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ബാത്റൂം ഇതേ മൊത്തത്തിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. വാഷേരിയന്റെ യൂണിറ്റും കാണാം. അപ്പൊ ഇനി നമ്മളിത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ 340 370 സൈസിൽ തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂമും വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട റൂം പോലെ തന്നെ ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ അറേഞ്ച്മെന്റ്സ് ഒക്കെ. ഇവിടെ നടുക്കായിട്ട് കോട്ട് വരുന്നുണ്ട്. കോട്ടിന്റെ 2 വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ വാർഡ്രോബ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ റെഡിമെയ്ഡ് വാർഡ്രോബ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ അവിടെ ബാക്ക് വോളിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. സൈഡിൽ വരുന്ന സിംഗിൾ വിൻഡോസിലായിട്ടും റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇനിയിപ്പോൾ കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ കോർട്ട്യാർഡിലേക്ക് വരുന്ന ആ ഒരു വിൻഡോ ഇല്ലേ അവിടെ ആയിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ദേ അവിടെ താഴെയായിട്ടും ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജും വരുന്നുണ്ട്. ഈ റൂമിൽ സീലിംഗ് ദേ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ദേ ഇവിടെ ആയിട്ട് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. മൊത്തത്തിൽ ടൈലൊക്കെ കൊടുത്തിട്ട് ദേ വാഷേരിയന്റെ യൂണിറ്റ് ഒക്കെ വരുന്ന നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂമിനാണ് കേട്ടോ ഇത്. അങ്ങനെ ഫൈനലി നമ്മൾ ഈ നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ നോക്കുന്നത്. കിച്ചന്റെ ഡോർ വന്നിട്ട് ഇതേ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് ഡോറിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇതേ നമ്മുടെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിലാണ് കേട്ടോ ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് നമ്മുടെ വൈറ്റ് കളർ തീമിലാണെങ്കിലും നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ശരിക്കും ഈ ഒരു വൈറ്റ് കളർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് അല്ലേ. നമ്മൾ കിച്ചണിലേക്ക് കയറി വരുമ്പോഴന്നെ അതേ ഡോറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി സ്റ്റോറേജ് ഷെൽഫ്സ് ഒക്കെ വരുന്നുണ്ട്. ഉള്ളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഈ കിച്ചണിൽ നല്ല ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ക്രോക്കറി യൂണിറ്റിന്റെ സെറ്റിംഗ്സ്. അതിനോട് ചേർന്ന് തന്നെ അതേ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജും വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് തന്നെ സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫോൾഡബിൾ ടേബിൾ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യ സമയത്ത് നമുക്ക് അത് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കാം. കൂടാതെ ഈ ഭാഗത്തേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നോക്കുകയാണെങ്കിൽ ഇവിടെ ബേസിലായിട്ട് നാനോ വൈറ്റ് ആണ് വരുന്നത്. അവിടെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഷോ കിട്ടുന്ന രീതിക്ക് പാനലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ മൾട്ടി വുഡിൽ ഒരു പാനൽ കൊടുത്തിട്ടുണ്ട്. അതിലായിട്ട് നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ബോക്സ് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ മെയിൻ ഹൈലൈറ്റ് ഇതേ 3 ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിൽ തന്നെ റാക്ക് വരുന്നുണ്ട്. റാക്കിലായിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ ഭാഗത്ത് ഫുള്ളായിട്ട് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഒരു ഡബിൾ ഡോർ വിൻഡോ കാണാം. തൊട്ടടുത്തായിട്ട് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു കുഞ്ഞു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ വൈറ്റ് കളറിൽ വരുന്ന ഈ ഒരു കിച്ചണിലായിട്ട് വൈറ്റ് കളർ തീമിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ക്യാബിൻസ് ഒക്കെ വരുന്നത്. മുകളിൽ മാത്രമല്ല റാക്കിന്റെ താഴെയും വൈറ്റ് കളറിൽ തന്നെ ഓരോന്നിനും അതത് ക്യാബിൻ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. അതിന് താഴെയായിട്ടും ഇതേ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തതുകൊണ്ട് നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഫുൾ ആയിട്ടും വൈറ്റ് കളർ തീമിൽ വരുന്നതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. കൂടാതെ നല്ല സ്പീഷ്യസ് ആയി തോന്നിക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ അടുപ്പിന്റെ സെറ്റിംഗ്സ് വരുന്നത്. അടുപ്പിന് താഴെയായിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് ഡോർ കൊടുത്ത് ക്ലോസ് ചെയ്തിട്ടാണ്. ഈ കിച്ചണിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഗ്യാസ് സ്റ്റവ് ആയാലും അടുപ്പായാലും നമ്മുടെ സിങ്കിന്റെ സ്പേസ് ആയാലും ഒക്കെ സെപ്പറേറ്റ് വരുന്നതുകൊണ്ട് അത് നല്ല നീറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സിങ്കിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നാനോ വെയിറ്റ് ആണ് കേട്ടോ കൗണ്ടർ ടോപ്പിൽ. അവിടെ ഇവിടെ മൊത്തത്തിലായിട്ട് ഇതുപോലെ ബോർഡർ കൊടുത്തതുകൊണ്ട് തന്നെ വെള്ളം പുറത്തേക്ക് എടുക്കുന്നുള്ള പേടിയെ വേണ്ട. കൂടാതെ നല്ല ഫെസിലിറ്റീസ് വരുന്ന ഒരു സിങ്കൻ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. കർട്ടൻ കൊടുത്തിട്ടുണ്ട്. സിങ്കിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്കിതേ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു ലിഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഒരു ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെ താഴെയായിട്ടും ക്യാബിന് വരുന്നുണ്ട്. അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ എങ്ങനാ ഈ കുഞ്ഞു മനോഹരമായ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ ഈ വീടിന്റെ ടോട്ടൽ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് 35 ലക്ഷം രൂപയാണ് കേട്ടോ. അത് ടോട്ടൽ ആണ് കേട്ടോ. അത്രയൊന്നും പൈസ വരൂല എന്ന് ഈ വീടിന്റെ ഹൗസ് ഓണറിനെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 25 ലക്ഷത്തിനുള്ളിൽ തന്നെ ഈ വീട് നല്ല അടിപൊളിയായിട്ട് കൺസ്ട്രക്ട് ചെയ്യാനും അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർക്ക് ജസ്റ്റ് ഈ പ്ലോട്ടിന്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം എമൗണ്ട് വന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.